ഇലക്ഷൻ പൂരത്തിൽ ഇനി എറണാകുളം മണ്ഡലത്തിലെ വിശേഷങ്ങളാണ്. എന്തായാലും എറണാകുളം മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് LDF ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടരുകയാണ്. ഇപ്പോൾ എത്രയോ വർഷമായിട്ട് തിരിച്ചു പിടിക്കുവാനായിട്ട് LDFന് കഴിയുന്നില്ല. ഇത്തവണയും പരീക്ഷണമാണ് KJ ഷൈൻ. പക്ഷേ KJ ഷൈൻ എത്രമാത്രം ഹൈബി ഈഡന് മുന്നിൽ ഒരു വിന്നബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയായി മാറുമെന്ന കാര്യത്തിൽ തുടക്കം മുതൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഊർജ്ജസ്വലമാണ് അല്ലേ? അതെ, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ശബ്ദമാവാൻ, അവിടെ ഒരു ഓളം സൃഷ്ടിക്കാൻ തീർച്ചയായും അവിടെ ലെഫ്റ്റ് കാൻഡിഡേറ്റ് കഴിയുന്നുണ്ട്. അപ്പം BJP KS രാധാകൃഷ്ണൻ കളത്തിൽ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ആ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് ഒരു UDF മണ്ഡലം എന്ന രീതിയിലാണല്ലോ. ആ മണ്ഡലത്തിൽ ഒരു ഘടന തന്നെ അങ്ങനെയാണ് പോകുന്നത്. കഴിഞ്ഞ തവണ രാജീവിനേക്കാൾ 1,63,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം ഹൈബി ഈഡൻ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ KV തോമസ് ഉള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2009 സിന്ധു ജോയിയോട് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഇല്ലേ UDFന് ഈ സമീപകാലത്ത് സമീപകാലത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സെബാസ്റ്റ്യൻ പോളിന്റെ വിജയം പോലും അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അത് സാധ്യമാക്കിയത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഹൈബി ഈഡൻ വളരെ പ്രഭാവമുള്ള ഒരു UDFന്റെ കാൻഡിഡേറ്റ് ആണ്, സിറ്റിംഗ് MP ആണ്, തർക്കമില്ല. ഒപ്പം ഈ മത്സരത്തിൽ KJ ഷൈൻ എന്ന ഒരു മുഖത്തെ അവിടെ പരീക്ഷിക്കുമ്പോൾ ഷൈൻ ടീച്ചറിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നൊരു ഇമേജ് സൃഷ്ടിക്കാനാണ് പൊതുവെ എറണാകുളത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ലാറ്റിൻ സഭയുടെ വോട്ട് എന്നുള്ളല്ലേ ആ ഒരു പിന്തുണ ആർക്ക് എന്നുള്ള കാര്യത്തിൽ അത് എപ്പോഴും എടുത്തു പറയാറുള്ളതാണ്. ഹൈബി ഈഡൻ എപ്പോഴും ആ പിന്തുണ കിട്ടും. അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് അല്ലേ? ആ ഒരു മികവും ആ ഒരു പിന്തുണയും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും ഹൈബി ഈഡന് ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രം സംശയം എന്ന രീതിയിലാണ് പൊതുവെ ഇപ്പോൾ സർവേകൾ പോലും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എറണാകുളത്ത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ കാര്യം പറയുന്നില്ല. അതെ, ഒപ്പം തന്നെ കേരളത്തിലെ ഒരു മെട്രോ സ്വഭാവമുള്ള ഒരേ ഒരു ലോക്സഭാ മണ്ഡലം ഒരുപക്ഷെ അത് കൊച്ചി മാത്രമാണ്. കാരണം അവിടുത്തെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾക്കും വോട്ടർമാർക്കും വ്യത്യസ്തതയുണ്ട്, പ്രത്യേക ചിത്രമുണ്ട്, നഗരമണ്ഡലമാണ്. അങ്ങനെയുള്ള പ്രത്യേകതകളും കൊച്ചിയെ ബാധിക്കുന്നതാണ് എന്നതാണ് സാഹചര്യം. 2019 തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിക്കുമ്പോഴും അത്തരം സ്വാധീന ഘടകങ്ങളായിരുന്നു കൊച്ചിയെ നിർണായകമാക്കിയത്. പക്ഷേ BJPക്ക് അത്ര വലിയ സ്വാധീനം കിട്ടാറില്ല. അത് ഇത്തവണയും അങ്ങനെ കുറച്ചുകൂടി വോട്ടുകൾ പിടിക്കാൻ പറ്റിയേക്കാം. ആ ഒരു ലക്ഷ്യമേ BJPക്ക് അവിടെ ഇത്തവണയും ഉള്ളൂ. 2019 ഹൈബി ഈഡന് ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തന്നെ അതൊരു UDFന്റെ പൊതുവായ വിജയം കേരളത്തിൽ മുഴുവനും ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുവാനായിട്ട് ഹൈബി ഈഡന് കഴിഞ്ഞു. അത് ആ ഒരു തരംഗത്തിൽ അത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി. പക്ഷേ ഇത്തവണ അത്രയും ഭൂരിപക്ഷത്തിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അല്ലേ? അത് ആ ഭൂരിപക്ഷം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ 2019 സംസ്ഥാനത്ത് ആഞ്ഞു വീശിയ ഒരു UDF തരംഗം കൂടി കൊച്ചിയിലെ സ്വാധീനിക്കപ്പെട്ടിരുന്നു. അതാണ് ഭൂരിപക്ഷം അത്രമധികം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ഈ എറണാകുളം മണ്ഡലത്തിന്റെ പരിധിയിലുള്ള ചില മണ്ഡലങ്ങളിലും തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരിയിൽ വിജയം ഇല്ലേ, രാജീവിലൂടെ വിജയം നേടുകയുണ്ടായി LDF. തൃക്കാക്കര പക്ഷേ UDFന്റെ ഒരു കോട്ടയാണ്. അത് ഉപതെരഞ്ഞെടുപ്പിലും UDF തന്നെ സ്വന്തമാക്കുകയായിരുന്നു. പക്ഷേ കൊച്ചിയിൽ ഇപ്പോഴും വിജയം വരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം പക്ഷേ UDFനൊപ്പമാണ്, വൈപ്പിനിൽ LDF ആണ്. സമീപകാലത്ത് നിയമസഭയിലും ലോക്സഭയിലും രണ്ട് രീതിയിൽ ചിത്രമുണ്ടാകുന്നു എന്നതാണ് കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെ നമുക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രവും 2021 തെരഞ്ഞെടുപ്പ് വിജയങ്ങളും ഒരുപക്ഷെ ലോക്സഭയിൽ എറണാകുളം പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDFനെ തുണയ്ക്കാറുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണ് അതിൽ വലിയൊരു വ്യത്യാസം, ഇത്രയും വ്യത്യാസം വന്നത് കഴിഞ്ഞ തവണയാണ്. യെസ്, നമുക്ക് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിശദമായ പരിശോധനയിലേക്ക് കടക്കാം. നവമി ദിനേശും ഒപ്പം തന്നെ ആജ്ഞ രവീന്ദ്രനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. എന്താണ് കൊച്ചിയുടെ പൾസ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കിനി പരിശോധിക്കാനുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. അതിലൊന്ന് കൊച്ചിയും മറ്റൊന്ന് തിരുവനന്തപുരവുമാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിശോധനയിൽ ഹൈബിക്ക് എത്ര കണ്ട് വെല്ലുവിളി ഉയർത്താൻ ഷൈൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു രണ്ടുപേരും ആ സാധ്യത? സജിത്, മഞ്ജുഷ്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ഒരു കോൺഗ്രസിന്റെ തന്നെ കോട്ടയാണ്. പ്രത്യേകിച്ച് അടിയൊഴുക്കുകളൊന്നും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഇലക്ഷനിങ് വാതിൽക്കൽ എത്തി നിൽക്കെ ഹൈബിക്ക് തന്നെയാണ് മുൻതൂക്കം. അതിൽ യാതൊരു ആശ്ചര്യവുമില്ല അല്ലെ ആജ്ഞ? അപ്പോൾ ഈ UDFന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനെ മുന്നിൽ നിർത്തുന്നു. ഹൈബിയുടെ കോട്ട തന്നെയാണ്. പ്രവർത്തകർക്കിടയിൽ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഒപ്പം കോൺഗ്രസ് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഹൈബിക്ക് വേണ്ടി. ഹൈബിയെ എറണാകുളംകാർക്ക് സുപരിചിതനാണ്. എല്ലായിടങ്ങളിലും ഓടിയെത്തും. വികസന പ്രവർത്തനങ്ങളിലെല്ലാം മുൻകൈയെടുത്ത് നടത്തുന്ന വ്യക്തി. ടെക്കുകൾക്കിടയിലായാൽ പോലും ഒരു യൂത്ത് ഐക്കൺ എന്ന നിലയിലേക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി
കൂടിയാണ് ലോക്സഭ ഇതിനു മുൻപുള്ള ലോക്സഭയിൽ എത്തുമ്പോൾ ഹൈബിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുന്നതുമാണ്. ആ സ്ഥലത്തേക്കാണ് LDFന്റെ ഒരു വനിതാ കാൻഡിഡേറ്റ്, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു LDF വനിതാ കാൻഡിഡേറ്റിനെ എറണാകുളത്ത് പ്രതിഷ്ഠിക്കുന്നത്. അത് ഷൈൻ ടീച്ചർ. ആ പേര് കേട്ടപ്പോൾ പലരും ഈ LDFൽ ഉള്ളവർ തന്നെ, പ്രവർത്തകർ തന്നെ, ഇത് ആരാണ് ഷൈൻ ടീച്ചർ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ നേരത്തെ പ്രഖ്യാപിച്ചു ഈ ഒരു സ്ഥാനാർത്ഥിയുടെ പേര്. ഇതോടെ ഈ ഇലക്ഷൻ അടുക്കുന്നിടത്തോളം ഷൈൻ ടീച്ചർ ആളുകളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നു, അവരുടെ പ്രസംഗം ആളുകളിലേക്ക് സ്വാധീനമുണ്ടാക്കുന്നു. ആ തരത്തിൽ നോക്കുമ്പോൾ ഷൈൻ ടീച്ചർ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു. പക്ഷേ അത് ഏതെങ്കിലും വിധത്തിൽ ഹൈബിക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത് UDFന്റെ കോട്ട തന്നെയാണ്. ഇതിനു മുൻപ് 2 പ്രാവശ്യം അത് സെബാസ്റ്റ്യൻ പോളും വിശ്വനാഥനുമാണ് LDFന്റെ സ്ഥാനാർത്ഥികളായി നിന്ന് ഇവിടെ ജയിച്ചത്. അന്നത്തെ സാഹചര്യം നമുക്കറിയാവുന്നത് കൂടിയാണ്. സെബാസ്റ്റ്യൻ പോളിന് UDFൽ തന്നെ ഉണ്ടായ ചില വിള്ളലുകളാണ് അന്ന് സെബാസ്റ്റ്യൻ പോളിന് വിജയമായി വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഹൈബി ഈഡന് തന്നെ മുൻതൂക്കമുള്ള, ഹൈബി ഈഡന് വേണ്ടി പ്രവർത്തിക്കുന്ന, കോൺഗ്രസ് എന്നുള്ളൊരു വികാരം രക്തത്തിൽ കൂടി പോകുന്ന ആളുകൾ തന്നെയാണ് എറണാകുളത്തുള്ളത്. അതുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തിയ ഹൈബി ഈഡന് തന്നെയാണ് ഇപ്പോഴുള്ള സാധ്യത. പക്ഷേ LDFന്റെ ഷൈൻ ടീച്ചർ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുമ്പോൾ ഈ വനിതാ വോട്ടർമാരിലേക്കിടയിലേക്കുള്ള ഒരു സ്വാധീനവും കൂടി തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ ആജ്ഞ? അത്തരത്തില് നവമി സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും സ്ത്രീപക്ഷ വോട്ടുകൾ എന്നൊരു തരത്തിലും അതുപോലെ ലത്തീൻ സഭയുടെ പ്രതിനിധികളാണ് ഈ 3 കാൻഡിഡേറ്റും, KJ ഷൈനും അതുപോലെ ഹൈബി ഈഡനും അതുപോലെ 2020യുടെ സ്ഥാനാർത്ഥിയായ ആന്റണി ജോഡി, ഈ 3 സ്ഥാനാർത്ഥികളും ലത്തീൻ സഭയുടെ പ്രതിനിധികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭാ വോട്ടുകൾ ഏത് തരത്തിൽ ഷെയർ ചെയ്യപ്പെടുമെന്ന ഒരു ആശങ്ക കൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഷൈൻ ടീച്ചറുടെ കാര്യം നവമി സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് പോലും അത്ര ചിരപരിചിതയല്ലാത്ത ഒരു പേരായിരുന്നു KJ ഷൈൻ എന്ന പേര് ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ. തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പാർട്ടി വേദികളിൽ പ്രസംഗിച്ച അല്ലെങ്കിൽ KSTയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ഒരാൾ എന്ന ഒരു ലേബൽ മാത്രമേ KJ ഷൈൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഷൈൻ ടീച്ചർ എന്നൊരു തരത്തിലേക്ക് LDF പ്രചരണം ശക്തിപ്പെടുത്തുകയും ഇപ്പോൾ മണ്ഡലത്തിൽ മുഴുവൻ സ്ത്രീപക്ഷ വോട്ടുകളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീക്ക്, അത് പ്രത്യേകിച്ചും 2009 കണക്കെടുക്കുമ്പോൾ സിന്ധു ജോയ്ക്ക് നല്ലൊരു ശതമാനം വോട്ട് മറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, അത് പ്രത്യേകിച്ചും അതുവരെ നിന്നുള്ള എല്ലാ LDF സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴും ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി KV തോമസ് ആയിരിക്കെ സിന്ധു ജോയ്ക്ക് അത്രയും വോട്ട് മറിക്കാൻ പറ്റിയിരുന്നു. അത്തരത്തിൽ സാഹചര്യം വേറെ ആണെങ്കിൽ പോലും സിന്ധു ജോയ് ആ സമയത്ത് സ്വാശ്രയ കോളേജ് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹതാപ തരംഗം, അതിലുണ്ടായ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുള്ള സഹതാപ തരംഗം, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പ്രതിച്ഛായ, മുഖഛായ, ഈ ഒരു സംവിധാനങ്ങളൊക്കെ കണക്കിലെടുത്ത് കൊണ്ടായിരുന്നു ആ സമയത്ത് സിന്ധു ജോയ്ക്ക് ഒരു പക്ഷേ അത്രയും അത്രയും വോട്ടിംഗ് ശതമാനം കൂട്ടാൻ പറ്റിയത് എന്ന് വേണം. എന്നാൽ ഇപ്പോൾ ഷൈൻ ടീച്ചർ KJ ഷൈൻ എന്നല്ല, ഷൈൻ ടീച്ചർക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് LDFന്റെ പ്രചരണ തന്ത്രം. ആദ്യം പറഞ്ഞു ശരിയാണല്ലേ? കാരണം സജിത്ത് ഈ വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുക എന്നുള്ളത് ആലോചിച്ചുറച്ചുകൊണ്ട് തന്നെ CPM ചെയ്ത ഒരു പരിപാടിയാണ്. കാരണം 2009 അങ്ങനെ ഒരു നേട്ടം CPMന് ഉണ്ടായിരുന്നു. ജയത്തിന് അടുത്ത് വരെ സിന്ധു ജോയ്ക്ക് എത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 2014 ക്രിസ്റ്റി ഫെർണാണ്ടസിനെ അവതരിപ്പിച്ച സമയത്ത് വലിയ തോൽവിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് 2019 രാജീവിനെ കൊണ്ടുവന്നപ്പോഴും ഒന്നും ചെയ്യുവാനായിട്ട് LDFന് കഴിഞ്ഞില്ല. നഷ്ടമില്ലാത്ത ഒരു പരീക്ഷണമാണ് LDF നടത്തിയിരിക്കുന്നത്. ആരും അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അല്ലേ? ഒപ്പം നമുക്ക് ഈ കൊച്ചിയുടെ പരിശോധിക്കുമ്പോൾ 2020 സ്ഥാനാർത്ഥിയുടെ സാഹചര്യവും അതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ എറണാകുളത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ 2020 സ്ഥാനാർത്ഥിയുടെ സാധ്യത, ആ സാന്നിധ്യം, അത് കൊച്ചിയുടെ ജയപരാജയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന പരിശോധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ആന്റണി ജൂഡി വന്നത് ആരുടെ വോട്ട് പിടിക്കും എന്നുള്ള കാര്യം ചർച്ചാ വിഷയമാണല്ലോ. ഇപ്പോൾ ചാലക്കുടിയിൽ 2020യുടെ ചാർലി പോൾ വന്നത് അവിടെ ചിലപ്പോൾ ബെന്നി ബെഹനാന്റെ വോട്ടുകൾ പിടിച്ചേക്കാം എന്ന രീതിയിലുള്ള വിലയിരുത്തൽ ഉണ്ടല്ലോ. അതുപോലെ ഇവിടെ എറണാകുളം മണ്ഡലത്തിൽ ഈ ആന്റണി ജൂഡി 2020യുടെ സ്ഥാനാർത്ഥി വന്നത് ആരുടെ വോട്ടുകളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് അല്ലേ? പക്ഷേ ഹൈബിയുടെ വോട്ടുകൾ എത്രമാത്രം 2020ക്ക് പോയാൽ പോലും വിജയത്തെ ബാധിക്കുന്ന ഒരു ഘടകമല്ലോ 2020ക്ക് വോട്ട് പിടിക്കുന്നത്. അതിപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ കൂടെ വോട്ട് പിടിക്കുവാനായിട്ട് 2020 കഴിയും. കാരണം കുന്നത്തുനാട് ചാലക്കുടി മണ്ഡലത്തിലാണ്. പക്ഷേ ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏത് നിയമസഭാ മണ്ഡലത്തിലാണ്
വലിയ സ്വാധീനം 2020 ചെലുത്താൻ കഴിയുക ഇപ്പോൾ ഉള്ളത് തൃക്കാക്കരയിൽ ചില ഭാഗങ്ങളിൽ അല്ലേ? അതെ. ഒപ്പം ഈ ഒരുപക്ഷെ കൊച്ചിയുടെ എറണാകുളത്തിന്റെ റിസൾട്ടിനെ ബാധിച്ചില്ലെങ്കിൽ കൂടിയും സംസ്ഥാന പാർട്ടിയായി വളരുക എന്ന 2020യുടെ വിശാല ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ട് എടുക്കാൻ പറ്റും എന്നത് ഈ ലോക്സഭയിൽ നവമിയുമുണ്ട്, ആജ്ഞയുണ്ട്. നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ 2020 സ്ഥാനാർത്ഥിയുടെ ആന്റണി ജൂഡിയുടെ സാന്നിധ്യം? അദ്ദേഹം എത്ര കണ്ട് പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്? എത്ര ശതമാനം വോട്ടുകൾ സമാഹരിക്കാൻ 2020ക്ക് എറണാകുളത്ത് കഴിയും? എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് ഈ ലത്തീൻ സഭയുടെ വോട്ട് വളരെ നിർണായകമാണ്. ഇതിനു മുൻപ് ഹൈബിയെ മുൻനിർത്തി അല്ലെങ്കിൽ ഹൈബി തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ലത്തീൻ സഭ ഉയർത്തുന്നത് അല്ലെങ്കിൽ പാർട്ടി തന്നെ ഉയർത്തുന്നത് ലത്തീൻ സഭയുടെ പ്രതിനിധി എന്നുള്ളൊരു തരത്തിലായിരുന്നു ഹൈബി ഈഡനെ മുൻനിർത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ലത്തീൻ സഭയുടെ പ്രതിനിധിയായി KJ ഷൈൻ വരുന്നു. അതുപോലെ തന്നെ 2020യുടെ സ്ഥാനാർത്ഥിയായി ആന്റണി ജൂഡിയും വരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സഭ എടുത്ത നിലപാടാകട്ടെ സമദൂര നിലപാട്, കേന്ദ്രത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു നിലപാട്, ഒപ്പം ഇടത് വലത് മുന്നണികളുടെ നേട്ടങ്ങളെ പറയുന്നു, കോട്ടങ്ങളെ പറയുന്നു. എങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം പിടിക്കാതെ സമദൂര നിലപാട് കൂടിയാണ് എറണാകുളത്തെ ലത്തീൻ സഭ സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഈ 3 സ്ഥാനാർത്ഥികളും അവരുടെ സഭയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ അവരുടെ സഭയിലെ തന്നെ ആളുകളായി എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ആന്റണി ജൂഡിയും ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നു ഹൈബിയുടെ അല്ലെങ്കിൽ KJ ഷൈന്റെ രാധാകൃഷ്ണന്റെ വോട്ട് ഒരു ഭാഗം ജൂഡിയിലേക്ക് എത്താനുമുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അല്ലെ? അതെ, നവമി പറഞ്ഞതാണ് ശരി. ശരിക്കും ഈ അരാഷ്ട്രീയ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, ഈ UDF വിരുദ്ധർ അല്ലെങ്കിൽ അത് ചിലപ്പോൾ UDFിനോടുള്ള വിരുദ്ധത കൊണ്ട് LDFന് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ LDFും അല്ലെങ്കിൽ BJPയും ഈ LDFിനോടും UDFിനും വോട്ട് ചെയ്യാതെ BJP എന്നൊരു ഓപ്ഷനാണ് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർമാർക്കുള്ളത്. അതേസമയം BJP അല്ലാതെ 4മതൊരു കക്ഷിക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി ഈ ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ 3 സ്ഥാനാർത്ഥികളും ലത്തീൻ സഭയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെയും പ്രത്യേകിച്ച് 3 രൂപതകൾ, വരാപ്പുഴ രൂപത, കൊച്ചി രൂപത, അതുപോലെ അങ്കമാലി, എറണാകുളം അങ്കമാലി സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത, ഈ രൂപതകളൊക്കെ ഈ സമദൂര നിലപാട് കൈക്കൊള്ളുമ്പോൾ തന്നെയും ആലപ്പുഴയിൽ BJP നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടൊരു മുഖ്യപ്രസംഗം ലത്തീൻ സഭയുടെ ഒരു അധ്യക്ഷൻ വക്താവ് എഴുതിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷെ ഈ ഒരു കണക്കിലെടുപ്പ് കൂടി എടുക്കുമ്പോൾ ഇവിടെ സമദൂര നിലപാട് പിന്തുടരാനാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത്, ലത്തീൻ സഭ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയില്ലല്ലോ. എറണാകുളം മണ്ഡലത്തിൽ പൊതുവെ UDF അനുകൂല നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. അത് സൂചനകളിലൂടെ നൽകുകയും ചെയ്യും. സമദൂരം പറഞ്ഞാലും കൊച്ചിയിലെ വോട്ട് ആർക്ക് പോകും, എറണാകുളത്തെ വോട്ട് ആർക്ക് പോകും എന്ന കാര്യത്തിൽ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ വോട്ട് മുമ്പ് ഇപ്പോൾ KV തോമസ് ഉള്ള സമയത്ത് KV തോമസിനാണ് പോൾ ചെയ്തിരുന്നത് അല്ലേ? അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച സമയത്തായിരുന്നു സെബാസ്റ്റ്യൻ പോളിന് ചില സമയത്ത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. പക്ഷെ അന്ന് ഈ UDFിലെ ചില പ്രശ്നങ്ങൾ സെബാസ്റ്റ്യൻ പോളിന് അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. മഞ്ജുഷ, ഈ KV തോമസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റം അത് ഏതെങ്കിലും തരത്തിലുള്ള ചലനം എറണാകുളത്തെ രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നില്ല. KV തോമസ് അങ്ങനെ ഒരു വലിയ വോട്ട് ബാങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. കാരണം ഈ KV തോമസിന് കിട്ടുന്ന വോട്ടുകൾ അത് ഹൈബിക്കും സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ്. പൊളിറ്റിക്കൽ വോട്ടാണ്, UDFിന്റെ പൊളിറ്റിക്കൽ വോട്ടാണ്. പൊളിറ്റിക്കൽ വോട്ടുകൾ അല്ല, ഈ ലത്തീൻ സഭയുടെ വോട്ടുകൾ അത് തോമസ് മാഷിന് കിട്ടിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഹൈബിക്കും കിട്ടുന്നുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ് കിട്ടാൻ. അതല്ലാതെ ഏത് ഓപ്ഷനാണ് അവിടെ ഉള്ളത്? തോമസ് മാഷ് അത്രമാത്രം ഈ വോട്ടുകളെല്ലാം ഹൈബിയിൽ നടത്തിയെടുത്ത് LDFിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന്. കാരണം ഹൈബിയോട് സമ്മതനാണ്, സഭകൾക്ക് സമ്മതനാണ് ഹൈബി. യെസ്, നമുക്ക് ഈ KV തോമസ് അടക്കമുള്ള ചില മൈന്യൂട്ട് സാധ്യതകൾ കൂടി നമുക്ക് കൊച്ചിയുടെ പരിശോധിക്കാം.